അതേസമയം പ്രതിപക്ഷം സമരത്തിലാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി 1500 കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നത് അടക്കമുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷം അത് സമരത്തിലേക്ക് തന്നെ നീങ്ങുന്നു. സംസ്ഥാന വ്യാപക ക്യാമ്പയിന് തുടക്കമാകുന്നു. ഏത് രീതിയിലാണ് അവരുടെ പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് അവർ സമരപരിപാടികളടക്കമായിട്ട് മുന്നോട്ട് പോകുക. പ്രധാനമായും തന്നെ ഇത് ഒരു വലിയ വിഷയമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഏതാണ്ട് 1500 കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ രീതിയിലുള്ളൊരു വിശദീകരണ പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ നടക്കും. പ്രധാനമായും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥയും അഴിമതിയും എല്ലാം തന്നെയാണ് ആരോപിക്കുന്നത്. അത് തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയാണ് ഈ പരിപാടികൾക്ക് ഉദ്ഘാടകരായി എത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ ദിവസം, ഏതാണ്ട് 20 ദിവസത്തോളം, 20-ാം തീയതി വരെയും തുടർച്ചയായ ഒരു പ്രചാരണ പരിപാടി, പ്രതിഷേധ പരിപാടികളടക്കം ആസൂത്രണം ചെയ്യുകയാണ്. ഈ രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ എന്താണ് സംസ്ഥാനത്ത് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക, ജനങ്ങളോടത് ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രവർത്തകരിലേക്ക് പ്രധാനമായും തന്നെ എത്തിച്ചുകൊണ്ട് വലിയ സമര പരിപാടികളിലേക്ക് നീങ്ങുക എന്നതാണ്. നമുക്കറിയാം, നിയമസഭാ സമ്മേളന കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രക്ഷോഭ പരിപാടികൾക്ക് വലിയ രീതിയിലേക്ക് ഊർജ്ജം പ്രവർത്തകരിലേക്ക് എത്തിച്ചുകൊണ്ട് അതൊരു പ്രക്ഷോഭമായി മാറ്റുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പല പ്രവർത്തനങ്ങൾ, അത് മാഫിയ ബന്ധം വരെ അതിലുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒപ്പം തൃശൂർ പൂരം കലക്കാൻ വേണ്ടി കൃത്യമായ ആസൂത്രണം അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൃശൂർ പൂരം ഈ രീതിയിലേക്ക് വന്നത്. ഇത് RSS മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ ഒരു ചർച്ച ഇക്കാര്യങ്ങളിൽ ഉണ്ടായി. അതായത് ADGPയുമായി ബന്ധപ്പെട്ടത് ഇത്തരമൊരു ചർച്ചകൾക്ക് എല്ലാം തന്നെ വേണ്ടിയാണ്. അങ്ങനെ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി മാഫിയകളുടെ ഒരു സംരക്ഷകനായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു പൊതുവിഷയങ്ങൾ, ക്രമസമാധാന പ്രശ്നം തൊട്ട് വിലക്കയറ്റം വരെയുള്ള വലിയ ഈ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ യോഗങ്ങളിലുമെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സമരം തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവും ശ്രദ്ധേയമാണ്. കാരണം നിയമസഭാ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ പ്രതിഷേധത്തിൻ്റെ സ്വരം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ആ രീതിയിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ അത്രയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റൈറ്റ്. എന്തായാലും പ്രതിഷേധത്തിനുള്ള സമയമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക്. കാരണം ഒരുപാട് ആയുധങ്ങളുണ്ട്. സഭാ സമ്മേളനത്തിലും ഈ പറയുന്ന പോലെ വലിയ തോതിൽ ചർച്ചയാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി